ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുപ്പിയാണ് എടുക്കുന്നത്. അപ്പം മാറാലയൊക്കെ അടിച്ച് തൂക്കാനും അതേപോലെ തന്നെ ചിലന്തി വല എല്ലാം അടിച്ച് തൂക്കാനും നമുക്കൊരു കുപ്പി വെച്ചൊരു മോപ്പുണ്ടാക്കാം. അപ്പം അതാണ് ഞാൻ ചെയ്യുന്നത്. മാറാലയൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു മോപ്പാണത്. അപ്പം നമുക്ക് ഇതേപോലെ ഒരു കുപ്പിയുടെ ഏത് കുപ്പിയാണേലും വേണ്ടിയില്ല. ഇപ്പം ഞാൻ ചെറിയൊരു കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു 4 ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ പപ്പടക്കമ്പി ചൂടാക്കിയിട്ട് ഹോളിട്ട് കൊടുക്കുക. ഇപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് ഷാളാണ്. ഇപ്പോൾ ഏത് ഷാളോ ബനിയൻ ടൈപ്പ് ആയിരിക്കുന്നതാണ് നല്ലത്. കാരണം ഏത് തുണിയാണേലും നമുക്ക് ഇതേപോലെ 4ആയിട്ട് മടക്കിയിടുക. അപ്പോൾ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഞാനിപ്പോൾ ആ കുഞ്ചലം തുമ്പ് ഭാഗത്തുള്ള കുഞ്ചലം പോലത്തെ അതങ്ങ് വെട്ടിക്കളയാണേ. അത് നമുക്ക് ആവശ്യമില്ല. അല്ലാതെ ഈ ഷാളിൻ്റെ ഒരു തുള്ളി പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെയാണ് ചെയ്യുന്നത്. അപ്പം ചെറിയ ഷാളാണെങ്കിൽ നിങ്ങൾക്ക് 2 ഷാൾ വേണേലും എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തുണി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരു 3/4 ഇഞ്ചിൻ്റെ അളവിലാണ് റിബൺ പോലെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ 4ആയിട്ട് കിടക്കുന്നതുകൊണ്ട് 4 മടക്കിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 3/4 ഇഞ്ചോ 1 ഇഞ്ചോ ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനെല്ലാം ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ബനിയൻ കണക്കത്തെ തുണിയാണെങ്കിൽ ജനലിലും എല്ലാം മാറാല അടിച്ചെടുക്കാൻ നല്ല സുഖമായിരിക്കും. വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് നല്ലോണം എളുപ്പത്തിൽ എല്ലായിടത്തും ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. ഇപ്പോൾ ഒരേ അളവിൽ, കാരണം നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടുകൊണ്ട് ഒരേ അളവിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്ക് ഇത് നിവർത്തണം. ഇതിപ്പോൾ 4 മടക്കി കിടക്കുന്നതുകൊണ്ട് നമുക്കിത് ഓരോന്നായിട്ടിനി നിവർത്തിയെടുക്കണം. ഇതിപ്പം ഞാൻ നിവർത്തി കാണിക്കാം. ഇപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് നീളത്തിൽ നിവർത്തിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ നിവർത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒന്നുകൂടെ മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്രയും നീളം വേണ്ടല്ലോ. ഈ രീതിയിൽ നമുക്ക് ഓരോ റിബണായിട്ട് ഇതേപോലെ അങ്ങ് നിവർത്തിയെടുക്കണം. കണ്ടോ? ഇനി എന്നിട്ട് നമുക്കത് 2ആയിട്ട് മുറിച്ചെടുക്കണം. മടക്കിയിട്ട് 2ആയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ എല്ലാം അതേപോലെ നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് അളവിലൊന്ന് പിടിച്ചിട്ട് നടുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ അളവിൽ ഉടം വെച്ച് മുറിച്ചെടുക്കാം. ഇനി നമുക്കത് 2 പകുതിച്ചയാക്കാം. ഒരേ അളവിൽ തന്നെ പകുതിയാക്കാം. എന്നിട്ട് നമുക്ക് ക്രോസ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് പകുതിച്ച എടുത്തിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ 4 വള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് 4 വള്ളി. അതല്ല, നമുക്ക് ഇപ്പോൾ ചെറിയ തുണിയാണെങ്കിൽ നമുക്ക് വള്ളി വേറെ എടുക്കാം. കെട്ടുന്നതിന് വേണ്ടി വേറെ വള്ളി വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ എനിക്ക് ഇത്രയും തുണിയുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ ഇത് 4 വള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വള്ളിയാണിത്. ഇപ്പം മുകളിൽ നിന്ന് വേണേലും കെട്ടാം. ഞാൻ താഴ്ഭാഗത്തു നിന്നാണ് കെട്ടുന്നത്. കണ്ടോ? മുകളിൽ നിന്ന് വേണേലും കെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി താഴ്ഭാഗത്തു നിന്നാണ് എടുത്തത്. അപ്പോൾ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തുണി. അപ്പം നമുക്ക് അങ്ങനെ തന്നെ കെട്ടിക്കൊടുക്കാം. ഉണ്ടോ? നല്ല മുറുക്കി കെട്ടണം. ആ കെട്ടിലാണ്. എന്നിട്ട് ആ വള്ളി അതിൻ്റെ അടിയിൽ കൂടെ ഈ ഭാഗത്തോട്ട് എടുക്കണം. അതേപോലെ തന്നെ ആ വള്ളിയും അതിൻ്റെ താഴ്ഭാഗത്തൂടെ ഇങ്ങോട്ടെടുത്തിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. നല്ല ബലത്ത് കെട്ടണം. അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ആ വള്ളി മുറിച്ചെടുക്കാം കേട്ടോ. കെട്ടി ആ 4 വള്ളി അങ്ങ് മുറിച്ചെടുക്കാം. 4 ഭാഗത്തു നിന്നുള്ള വള്ളി മുറിച്ചെടുക്കാം.
ഇനി അടുത്തത് നമുക്ക് 2 വള്ളി ക്രോസായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ക്രോസായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് 2 വള്ളി. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ നമുക്ക് ഈ റിബണ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതും 4 ഭാഗങ്ങൾ ഇൻറ്റു ഷേപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ വള്ളി പിടിച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് കുപ്പി കെട്ടുന്നതിന് വേണ്ടിയാണ് ഈ വള്ളി. കുപ്പി ബലത്തിരിക്കാൻ വേണ്ടിയുള്ള കെട്ടാണ് ഇപ്പോൾ കെട്ടുന്നത്. ഇപ്പോൾ ക്രോസായിട്ട് വെച്ച് കൊടുത്ത ആ വള്ളിയാണ് ഇതിപ്പം ഇങ്ങനെ വെച്ച് കെട്ടിയത്. ഇനി നമുക്ക് നേരത്തെ ഹോളിട്ട് വെച്ച കുപ്പി എടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇപ്പോൾ ഏത് കുപ്പിയാണേലും കുഴപ്പമില്ല, വലുതാണേലും ചെറുതാണേലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ചെറിയ കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഹോളിൽ കൂടെ ഈ ക്രോസാക്കി വെച്ചിരിക്കുന്ന ആ വള്ളി ഉണ്ടല്ലോ, കെട്ടി മുറുക്കിയ വള്ളി, അത് നമുക്ക് ഓരോ ഹോളിൽ കൂടെ കോർത്തെടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ഭാഗവും അതിൽ കൂടെ കോർത്തെടുക്കുക. ഇപ്പോൾ വലിയ ഹോളാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ 4 ഭാഗവും ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വലിച്ച് മുറുക്കിയെടുക്കുക. ഉണ്ടോ, ഇതേപോലെ. കോർത്തതിന് ശേഷം നല്ലോണം ബലത്തൊന്ന് വലിച്ച് മുറിക്കുക. എന്നിട്ട് നമുക്ക് ആ കുപ്പിയുടെ ആ വള്ളി കിടക്കുന്ന നേർഭാഗം അടിഭാഗത്തോട്ട് കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അങ്ങനെ പൊക്കിയിട്ട് ഇതേപോലെ പൊക്കിയിട്ട് അടിഭാഗത്ത് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 കെട്ട് കെട്ടിയതിന് ശേഷം നമുക്ക് മുറിച്ച് കളയണമെന്നില്ല. വള്ളി അടിഭാഗമായതുകൊണ്ട് കാണത്തേന്നുമില്ല. അതേപോലെ തന്നെ ആ ഭാഗവും കെട്ടിക്കൊടുക്കുക. അങ്ങനെ 2 ഭാഗം കെട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ കുപ്പിയുടെ കുപ്പി ബലത്തിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. അപ്പം എത്ര നാളായാലും ആ കുപ്പി അങ്ങനെ ഇളകത്തുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഉണ്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഒരു കമ്പ് റെഡിയാക്കണം. അത് ഈ പഴയ മോപ്പിൻ്റെയൊക്കെ കമ്പുണ്ടെങ്കിൽ അതാണേലും മതി. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ മരത്തിൻ്റെ കമ്പൊക്കെ ഉണ്ടെങ്കിൽ ചെത്തിയെടുത്ത് അതിനകത്ത് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് മൂടി മാറ്റിക്കളയാൻ മൂടിയുടെ ആവശ്യമില്ല. അപ്പോൾ അതാ എൻ്റെ കയ്യിൽ പഴയ മോപ്പിൻ്റെ ഒരു കമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കയറുന്നില്ല എങ്കിൽ ആ കുപ്പി ഭാഗത്ത് ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്താൽ നല്ല ബലമായിട്ട് തന്നെ ഇരുന്നോളും. ഇതിപ്പോൾ എനിക്ക് കറക്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് കയറ്റിയാൽ ഏത് കമ്പാണേലും കയറിക്കോളും. അപ്പോൾ അതാ ഇതേപോലെ ചിലന്തിവല അടിക്കാനൊക്കെ സുഖമാണ്. കാരണം നമുക്ക് കയ്യിൽ വെയിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട്, അത്ര വെയിറ്റൊന്നും ഇല്ലല്ലോ, നല്ല സുഖമായിട്ട് തന്നെ തുടയ്ക്കുക. ഇതേപോലെ തന്നെ എല്ലായിടത്തും ജനലിലും ചിലന്തിവലയും എല്ലാം പൊടിയെല്ലാം തട്ടി തൂക്കാം. ഇതേപോലെ എല്ലാ പടങ്ങളും, പിന്നെ അതേപോലെ ഫ്ലവർ ഉണ്ടെങ്കിൽ അതും, അതേപോലെ തന്നെ മതിലിൻ്റെ മൂലയിലൊക്കെ ഈ ചിലന്തിവലയൊക്കെ പിടിച്ചിരിക്കുന്നതാണേലും, അതേപോലെ AC ഉണ്ടെങ്കിൽ ACയുടെ മുകളിലൊക്കെ തുടയ്ക്കാനും, അതേപോലെ തന്നെ തറയൊക്കെ ഇതേപോലെ ഒന്ന് തുടയ്ക്കാനും എല്ലാം സുഖമാണ്. വെള്ളം നനച്ച് ഇതേപോലെ തുടച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.